Hi all. ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. പാർട്ട് 4ലാണ് നമ്മളുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 76th ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ under the Employees Provident Funds and Miscellaneous Provisions Act 1952, the term Provident Fund primarily refers to. So, Provident Fund എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആണ്. സോ ഈ ആക്ടില് എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, a voluntary savings scheme maintained by the employer for workers' retirement. Option B, a compulsory contributory fund to which both employer and employee contribute for long-term retirement benefits. Option C, a government-funded pension scheme for all industrial workers. And option D, a one-time lump sum payment made to workers upon resignation. So, ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. a compulsory contributory fund ആണ് for what to which both employer and employee contribute for long-term retirement benefit. So option B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Under the Employees Provident Fund and Miscellaneous Provisions Act 1952, the term Provident Fund refers to a mandatory retirement savings scheme ആണ്. അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാൻഡേറ്ററി ആയിട്ട് എടുക്കുന്ന ഒരു സേവിങ് സ്കീമാണ് ഫോർ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ സർട്ടീൻ എസ്റ്റാബ്ലിഷ്മെന്റ്സ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ എന്താ? ഫസ്റ്റ്, കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്, വിച്ച് മീൻസ് ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി മസ്റ്റ് കോൺട്രിബ്യൂട്ട് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് സാലറി എവറി മന്ത്. എല്ലാ മന്തിലും ഒരു ഫിക്സ്ഡ് amount ഓഫ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് സാലറി ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം? ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി മസ്റ്റ് കോൺട്രിബ്യൂട്ട്. Then ഇതൊരു ലോങ് ടേം ബെനിഫിറ്റ് ആണ്. The amount grows with interest and is given to the employee when they retire, resign or in certain emergency situation. ആ സമയത്താണ് ഈ പറഞ്ഞ ബെനിഫിറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ലോങ് ടേം ബെനിഫിറ്റ് ആണ്. Then purpose എന്താണ്? To provide financial security and stability after retirement or during unemployment. അതായത് ഒന്നെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമോ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റിന്റെ സമയത്ത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, PF കൊടുക്കുന്നത്. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റാണ്? ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ പറഞ്ഞത്? വോളണ്ടറി സേവിങ് സ്കീം മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ എന്നാ പറഞ്ഞത്. PF എന്തല്ല? ഒരു വോളണ്ടറി അല്ല, പകരം കമ്പൽസറി ആയിട്ടുള്ളൊരു സേവിങ് സ്കീമാണ്. ദെൻ ഗവൺമെന്റ് ഫണ്ടഡ് പെൻഷൻസ് ഫോർ ഓൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. PF ആര് ഫണ്ട് ചെയ്യുന്നതല്ല? ഗവൺമെന്റ് അല്ല, പകരം എംപ്ലോയറും എംപ്ലോയിയും ഫണ്ട് ചെയ്യുന്നതാണ്. Then one-time lump sum resignation ആണോ? While withdrawn is possible, PF is not defined as only a lump sum resignation benefit ആയിട്ടല്ല. It is a continuous contributory retirement scheme ആണ് PF എന്ന് പറയുന്നത്. Next question. According to the Sexual Harassment of Women at Workplace, Prevention, Prohibition and Redressal Act 2013, which of the following statements best captures the scope of sexual harassment at the workplace? ഏതാണ് കറക്റ്റ് അത് പറയുന്നതെന്ന്? ഓപ്ഷൻ എ, only physical contact of a sexual nature constitutes sexual harassment, while verbal or non-verbal conduct is excluded. Option B, sexual harassment includes unwelcome physical, verbal, and non-verbal conduct of a sexual nature. They can be explicit or implicit, creating a hostile or intimidating work environment. Option C, sexual harassment applies only if the victim files a police complaint within 30 days of the incident. And option D, conduct between consenting adults in the workplace cannot be considered sexual harassment. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് എന്തോ അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്തൊക്കെ അതിന്റെ അണ്ടറിൽ വരാൻ പറ്റും? ഓപ്ഷൻ ബി ആണ് ആൻസർ. സെക്ഷൽ ഹറാസ്മെന്റ് ഇൻക്ലൂഡിങ് unwelcome physical,
verbal അല്ലെങ്കിൽ non-verbal conduct of sexual nature that can be explicit ആകാം അല്ലെങ്കിൽ implicitlyയും ചെയ്യാം, creating a hostile അല്ലെങ്കിൽ intimidating work environment. So under sexual harassment of women at workplace, it's also known as POSH Act എന്നും ഇപ്പൊ പറയാറുണ്ട് അതിനെ. The definition of sexual harassment is broad and inclusive ആണ്. It covers any unwelcome behavior of a sexual nature that may be എന്താകാം, ഒന്നുകിൽ ഫിസിക്കൽ ആകാം അല്ലെങ്കിൽ വെർബൽ ആകാം, എന്തെങ്കിലും വാക്ക് കൊണ്ടാകാം അല്ലെങ്കിൽ നോൺ വെർബൽ അല്ലെങ്കിൽ റിട്ടൺ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓർ ത്രൂ മെസ്സേജസ് ഓർ ജെസ്റ്റേഴ്സ് വഴി ആയിരിക്കാം. What matters is that whether it is unwelcome and causes discomfort, humiliation, a hostile, intimidating or offensive work environment create ചെയ്യണം. ത്രൂ ഏതെങ്കിലും ഒന്നുകിൽ ഫിസിക്കലി വെർബലി ഒക്കെ ചെയ്തിട്ട് അതൊരു ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ഒരു ഹ്യൂമിലിയേഷനോ ആ വുമണിന് ഫീൽ ചെയ്യണം. പണ്ട് അതിന് നമ്മൾ പോഷ് ആക്ട് എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ അത് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് എന്നാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോ എന്താണ്, only physical contact constitutes sexual harassment എന്നാണ്. അത് റോങ് ആണ്. ബിക്കോസ് പോഷ് ആക്ട് ക്ലിയർലി എന്ത് പറയുന്നുണ്ട്, വെർബൽ, നോൺ വെർബൽ, വിഷ്വൽ, ഫിസിക്കൽ ആൻഡ് റിട്ടൺ ഫോംസ് എല്ലാം പറയുന്നുണ്ട്. Then applies only if victim files police complaint within 30 days എന്ന് പറയുന്നുണ്ട്. No, ഇന്റേണൽ കംപ്ലൈന്റ് ടു ICC. അത് ICC എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓഫീസിൽ തന്നെ വേണ്ട ഒരു കമ്മിറ്റിയാണ് ഈ ICC എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വുമണിന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ICCയിൽ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കുക. ആദ്യം ICC ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവർ ആദ്യം അന്വേഷിക്കും, ഒരു ഇന്റേണൽ കമ്മിറ്റി പോലെ അവർ അന്വേഷിക്കുന്നതായിരിക്കും. Then consenting adults conduct cannot be sexual harassment. Consent may be real or continuing ആയിരിക്കണം. അതായത് ശരിക്കും ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കൺസെന്റ് ആയിരിക്കണം, ആൻഡ് ഓൾസോ അത് കണ്ടിന്യൂയിങ് ആയിരിക്കണം. വിച്ച് മീൻസ് ഏത് നിമിഷം അവർ ആ കൺസെന്റ് തിരിച്ചെടുക്കുന്നത്, ഇനി മുതൽ കൺസെന്റ് ഇല്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിത്തൗട്ട് കൺസെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. If consent is withdrawn or power imbalance exists. Power imbalance exist എന്ന് വെച്ചാൽ ഒരു ബോസ് എംപ്ലോയി ആണ് ഈ സിറ്റുവേഷനിൽ വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മേ ബി അയാളുടെ പവർ മിസ്യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്തതായിട്ടായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ഇറ്റ് മേ സ്റ്റിൽ ക്വാളിഫൈ ആകും. സോ ഓൾസോ വർക്ക് പ്ലേസ് പോളിസി ഡിസ്കറേജസ് സെക്ഷൽ കണ്ടക്ട് അറ്റ് ഓഫീസ്. So it is also known as POSH Act, Sexual Harassment of Women at Workplace Prevention, Prohibition and Redressal Act അല്ലെങ്കിൽ it's known as POSH Act എന്നാണ്. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൽ ഹറാസ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following correctly states the legal requirements for registration of a trade union under the Trade Unions Act 1926 after the 2001 amendment? So ഇത് ലേബർ ലോയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള റിക്വയർമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ, a minimum of 10% or 100 workers of the establishment, whichever is more, must support the application with at least 10 signatories. Option B, at least 50 workers from the same industry must be members before a trade union can be registered. Option C, a minimum of 10% or 100 workers of the establishment, whichever is less, must be members with at least 7 signatories to the application. And option D, registration requires at least 25% of workers in the establishment to be part of the union and at least 15 signatories. ഇതിൽ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മിനിമം ഓഫ് 10 അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 100 workers of the establishment, whichever is less ആണ്. ആൻഡ് 7 പേരെങ്കിലും ട്രേഡ് യൂണിയൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്യാനായിട്ട് വേണം. അണ്ടർ സെക്ഷൻ 4 ഓഫ് ട്രേഡ് യൂണിയൻ ആക്ടിലാണ് പറയുന്നത് that a trade union can be registered if at least 10% or 100 workers of the establishment, whichever is less, are members of the union. ആ സമയത്ത് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത്രയും
members വേണം. And there must be a minimum of 7 members. Sign ചെയ്യുന്ന സമയത്ത് 7 member എങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. Applying for registration. Registrationന് application കൊടുക്കുന്ന സമയത്ത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റാണ്? എയിൽ എന്താ പറയുന്നത്? വിച്ച് എവർ ഈസ് മോർ എന്നാണ് പറയുന്നല്ല, വിച്ച് എവർ ഈസ് ലെസ് ആണ്. 7 പേര് മതി. ദെൻ ഓപ്ഷൻ ബിയിൽ 50 members എന്നല്ല, ഒന്നെങ്കിൽ 10% അല്ലെങ്കിൽ 100 workers എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ടോക്സ് അബൌട്ട് 25% ആണ്, അല്ല 10% ആണ്. ദെൻ 15 അല്ല 7 signatories-നെയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a subject of collective bargaining? അതും ലേബർ ലോയിൽ വരുന്നതാണ് collective bargaining. അതിനകത്ത് വരാത്തൊരു സബ്ജക്ട് ചെയ്തതാണ് ക്വസ്റ്റ്യൻ. Wages and salaries, working hours, then national economic policy, and option D, leave policies. അപ്പൊ ഏതായിരിക്കും collective bargainingൽ വരാത്തതായിട്ടുള്ളത്? ഓപ്ഷൻ സി, നാഷണൽ ഇക്കണോമിക് പോളിസി ആണ് collective bargainingൽ വരാത്തത്. കാരണം collective bargaining എന്താണ്? refers to negotiations between employers and workers usually through a trade union വഴി. ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി അല്ല, ഇൻഡസ്ട്രീസിലാണ്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കേഴ്സിന്റെ ഒരു യൂണിയൻ ഉണ്ടാവില്ലേ, അവരാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്, ഈ എംപ്ലോയേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് യൂണിയൻ എന്തെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവര് സംസാരിച്ച് തീർക്കും, ഒരു ഗുഡ് ടേമിൽ എത്തിച്ചേർക്കും. അതിനാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് റിഗാർഡിംഗ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് മാറ്റേഴ്സിൽ. സോ അതൊരു ഫ്രണ്ട്ലി നെഗോസിയേഷൻ ആണ്. അവിടെ ഈ നെഗോസിയേഷൻ നടന്നില്ലെങ്കിലാണ് പിന്നെ സ്ട്രൈക്കിലേക്കോ അങ്ങനെ പല കാര്യങ്ങളിലേക്കോ പോകാൻ ചാൻസ് ഉണ്ട്. സോ ദീസ് നെഗോസിയേഷൻ നോർമലി കവർ എന്താണ്? വർക്ക് പ്ലേസ് സ്പെസിഫിക് ഇഷ്യൂസ് ആണ്, സച്ച് ആസ് എന്തൊക്കെ വരും? വേജസ് ആൻഡ് സാലറീസ്. വേജസ് ആൻഡ് സാലറീസ് ഉദ്ദേശിക്കുന്നത് പേ സ്കെയില്, ഇൻക്രിമെന്റ്സ്, ബോണസസ് ഒക്കെയാണ്. ദെൻ വർക്കിംഗ് hours. വർക്കിംഗ് hours എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി hours, ഓവർ ടൈം റൂൾസ്, ഷിഫ്റ്റ് ടൈമിംഗ് ഒക്കെ. ദെൻ ലീവ് പോളിസീസ്. ലീവ് പോളിസീസ് എന്ന് പറയുമ്പോൾ കാഷ്വൽ ലീവ്, സിക്ക് ലീവ്, മെറ്റേണിറ്റി ലീവ്, പെയ്ഡ് ലീവ് ഒക്കെ അതിൽ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ പറയുന്നത്. All the above directly affect the employer-employee relationship and are therefore valid subjects of collective bargaining. ഈ പറഞ്ഞതൊക്കെ എന്താണ്? ഡയറക്ട്ലി എന്തിനെ അഫക്ട് ചെയ്യും? എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതൊക്കെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ വാലിഡ് സബ്ജക്ട്സ് ആണ്. But in the case of national economic policy എന്താണ്? It is not a subject of collective bargaining because it is decided by the government അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റീസ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്, നോട്ട് ബൈ ഇൻഡിവിജ്വൽ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ല. ഈ പറഞ്ഞ ഇക്കണോമിക് പോളിസി, നാഷണൽ ഇക്കണോമിക് പോളിസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. It affects the entire country or economy and is not workplace specific അല്ല. So trade unions and employers cannot negotiate or change national economic policy through bargaining വഴി അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതാണ് അവരുടെ സബ്ജക്റ്റിൽ വരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which ILO convention was formally recognized the right to collective bargaining? സോ ILO എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ILO എന്ന് പറയുന്നത്. അത് ഇന്റർനാഷണലി നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അത് ഇന്ത്യയും അതിന്റെ ഒരു മെമ്പർ ആണ്. സോ ഏത് കൺവെൻഷൻ വഴിയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് റെക്കഗ്നൈസ് ചെയ്തത്? കൺവെൻഷൻ നമ്പർ 98 വഴിയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് വന്നിട്ടുള്ളത്. The right to collective bargaining was formally recognized by the International Labour Organization in Convention number 98, adopted in 1949-ലാണ് അത് അഡോപ്റ്റ് ചെയ്തത്. ILO Convention number 98 അതിൽ എന്താ പറഞ്ഞത്? Right to organize and collective bargaining convention ആണ്. It is conducted in 1949-ലാണ്. This convention എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? Workers' right to organize and workers and employers from anti-union discrimination. Then promotes voluntary negotiation between employers and workers for collective bargaining. ഇത്രയും കാര്യങ്ങൾ അതിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ കൺവെൻഷൻ 87 എന്താണ് പറയുന്നത്? ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അതായത് ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ ഒക്കെ ഫോം ചെയ്യാൻ പറ്റുന്നതിനാണ്
freedom of association, trade union ഒരു basic fundamental right പറയുന്നതാണ് freedom of association. Gives right to form unions but does not formally recognize collective bargaining അല്ല. Then section 29 ആണ് forced labor. Deals with the abolition of forced labor ആണ്. Then convention 100 എന്താ പറയുന്നത് equal remuneration ആണ്. Deals with the equal pay for equal work for men and women ആണ് convention 100 പറഞ്ഞത്. അത് 1951 Next question. Which of the following statements are true under the Industrial Dispute Act 1947? നമുക്ക് true ആയിട്ടുള്ള statement ആണ് കണ്ടുപിടിക്കേണ്ടത്. A strike in a public utility service requires a 14-day prior notice. അതെന്താണ്? That statement is true. Then, a strike can be held during the pendency of conciliation proceeding. No strike can be held during the pendency of conciliation proceeding and 7 days thereafter. അതും ട്രൂ ആണ്. കൺസീലിയേഷൻ പ്രൊസീഡിംഗ് നടക്കുന്ന സമയത്ത് കൺസീലിയേഷൻ പ്രൊസീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടായതിനു ശേഷം ഗവൺമെന്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷൻ വഴി ഏതെങ്കിലും ലേബർ കോർട്ടിലോ അല്ലെങ്കിൽ ലേബർ ട്രൈബ്യൂണലിലോ വല്ലോ ആ കേസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിനാണ് കൺസീലിയേഷൻ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അത് പെൻഡിങ് നടക്കുന്ന സമയത്ത് ഒരു ഇൻഡസ്ട്രിയിലും സ്ട്രൈക്ക് വിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിന്റെ പ്രൊസീഡിങ് കഴിഞ്ഞ് 7 ദിവസത്തിന് ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ സ്ട്രൈക്ക് വിളിക്കാൻ പാടില്ല. അത് പ്രൊഹിബിറ്റഡ് ആണ്. അതും എന്താണ്? ശരിയാണ്. Then in no public utility services strikes are illegal during the pendency of adjudication and 2 months after. അത് നോൺ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസിന്റെ കേസിൽ 2 months after വരെയാണ് അത് നിൽക്കുന്നത്. സോ അതും കറക്റ്റ് ആണ്. Then a strike is always illegal if less than 50% of the workers participate. അത് ആക്ച്വലി റോങ് ആണ്. അങ്ങനെയല്ല. Then a strike held after the failure of conciliation proceeding with the proper notice can still be legal. അതും കറക്റ്റ് ആണ്. അത് കറക്റ്റ് അല്ല. അതും കറക്റ്റ് ആണ്. A strike held after the failure of conciliation proceeding. Conciliation proceeding fail ആയി with proper notice ആണ് സ്ട്രൈക്ക് നടത്തുന്നതെങ്കിൽ can still be legal എന്നുള്ളതും ശരിയാണ്. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 and 5 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. നമുക്കത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത്? A strike in a public utility service requires a 14-day prior notice. That is true. As per section 22 clause 1 subclause A ആണ് പറയുന്നത് that mandatory 14 days prior notice for strikes in public utility service എന്നുള്ളത് അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. സോ അത് ട്രൂ ആണ്. Then no strike can be held during the pendency of conciliation proceeding and 7 days thereafter. അതും ട്രൂ ആണ്. സെക്ഷൻ 22 clause 1 subclause D അത് ഏത് എന്തിനെ പറ്റിയിട്ടാണ്? പബ്ലിക് യൂട്ടിലിറ്റി സർവീസും സെക്ഷൻ 23 ബാക്കിയുള്ള പബ്ലിക് യൂട്ടിലിറ്റിയിൽ അല്ലാതെ വരുന്ന ജനറൽ പ്രൊഹിബിഷൻ പറയുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസും സെക്ഷൻ 23 വരും. പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് സെക്ഷൻ 22 clause 1 subclause Dയിലും പറയുന്നുണ്ട്. എന്താ പറയുന്നത് ഇതിൽ രണ്ടിലും? That strikes are prohibited during conciliation proceeding plus 7 days after. പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് നടത്തുന്ന ഇതിനെയൊക്കെയാണ് നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗവൺമെന്റ് ബേസ്ഡ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ. മറ്റതൊക്കെ സെക്ഷൻ 23 ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടാണ് പറയണത്. Then in non-public utility services, strikes are illegal during the pendency of adjudication and 2 months after. അതും ട്രൂ ആണ്. സെക്ഷൻ 23 clause C എന്താ പറയുന്നത്? നോ സ്ട്രൈക്സ് ഡ്യൂറിങ് അഡ്ജുഡിക്കേഷൻ ആൻഡ് 2 months, അതായത് 60 days ആഫ്റ്റർ കൺക്ലൂഷൻ. സോ സ്പെസിഫിക്കലി പറയുന്നുണ്ട് എന്തൊക്കെയാണ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസിൽ വരുന്നതും വരാത്തതും. പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൽ വരാത്തതൊക്കെ ബാക്കി വരുന്ന ജനറൽ കാര്യങ്ങളാണ്. സോ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിനകത്ത് വരുന്നത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വരും എന്നുള്ളത്.
Then fourth option നമ്മൾ നോക്കുമ്പോൾ a strike is always illegal if less than 50% of the workers participate. That is false. No such a requirement in the act. Legality is based on compliance with the provisions ആണ്, not number of workers participating. Next, a strike held after the failure of conciliation proceeding with the proper notice can still be legal. That is true. After conciliation failure, if notice requirements are met ആണെന്നുണ്ടെങ്കിൽ for public utility serviceന്റെ കാര്യമാട്ടോ പറയുന്നത്. കാരണം public utility serviceന് നോട്ടീസ് കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 22 അത് പറയുന്നുണ്ട് that നോട്ടീസ് കൊടുക്കാതെ അവർക്ക് സ്ട്രൈക്കിന് പോകാൻ പറ്റില്ല. സോ അങ്ങനെ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് സ്ട്രൈക്ക് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ലീഗൽ ആണ്. സോ അതുകൊണ്ട് അവിടെ ഫോർത്ത് ഓപ്ഷൻ മാത്രമാണ് റോങ് ആയിട്ടുള്ള, ബാക്കി അത്രയും ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്രീച്ച്മെന്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഒരു തെറ്റുണ്ട്. ബിക്കോസ് ഇതിനകത്ത് ടെർമിനേഷൻ ഡ്യൂ ടു റിഡൻഡൻസി മാത്രമാണ് റിട്രീച്ച്മെന്റ് ആകുന്നത്. ഓക്കെ, ബാക്കി ഇത്രയും എന്താണ്, ഡസ് നോട്ട് ഇൻക്ലൂഡ് ആണ്. വോളണ്ടറി റിട്ടയർമെന്റ് റിട്രീച്ച്മെന്റ് അല്ല. ടെർമിനേഷൻ ഡ്യൂ ടു ഇൽ ഹെൽത്തും എന്തല്ല, റിട്രീച്ച്മെന്റ് അല്ല. Then termination due to disciplinary action is also which is also not retrenchment. Okay, അപ്പം ഈ മൂന്ന് കാര്യങ്ങളും റിട്രീച്ച്മെന്റിൽ വരുന്നില്ല. ജസ്റ്റ് ടെർമിനേഷൻ ഡ്യൂ ടു റിഡൻഡൻസി മാത്രമാണ് റിട്രീച്ച്മെന്റിൽ വരുന്നത്. സോ ഡസ് നോട്ട് ഇൻക്ലൂഡ് പറയുമ്പോൾ ഈ മൂന്നും അതിൽ വരും. ഇതിൽ ആൻസർ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ടെർമിനേഷൻ ഡ്യൂ ടു ഡിസിപ്ലിനറി ആക്ഷൻ. പക്ഷെ ഇത് രണ്ടും റിട്രീച്ച്മെന്റ് അല്ല. കാരണം റിട്രീച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ എംപ്ലോയിനെ പറഞ്ഞു വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോ ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ആ ഒരു പൊസിഷൻ വേണ്ടി വരില്ല. ഇപ്പം ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് പെട്ടെന്ന് എംപ്ലോയറിന് തോന്നുകയാണ് അങ്ങനത്തെ ഒരു പൊസിഷന്റെ ആവശ്യമില്ല എന്ന് തോന്നി ആ പൊസിഷൻ അബോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജോലി അവിടെ നിന്ന് പോകും. അപ്പൊ അതിനൊക്കെയാണ് റിട്രീച്ച്മെന്റ് എന്ന് പറയുന്നത്. അല്ല ഇപ്പം എന്താ പറയാ, ജോലിക്ക് ഇപ്പൊ ക്ഷാമമൊക്കെ വരുമ്പോ എന്ത് സംഭവിക്കും? ഈ എംപ്ലോയീസിന് പിരിച്ചുവിടും. അതിനെയും റിട്രീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യത്തിനാണ് റിട്രീച്ച്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയറിന് എന്താണ്, ഈ എംപ്ലോയിന്റെ ആവശ്യമില്ല ഇനി, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ് റിട്രീച്ച്മെന്റ് നടക്കുന്നത്. അല്ലാതെ ഈ വോളണ്ടറി റിട്ടയർമെന്റ്, ടെർമിനേഷൻ ഡ്യൂ ടു ഇൽ ഹെൽത്ത്, ടെർമിനേഷൻ ഡ്യൂ ടു ഡിസിപ്ലിനറി ആക്ഷൻ, അതൊന്നും റിട്രീച്ച്മെന്റ് അല്ല. റിഡൻഡൻസി കാരണം ടെർമിനേറ്റ് ചെയ്യുന്നതാണ് റിട്രീച്ച്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So section 2 clause 00 defines retrenchment as termination by the employer of the service of a workman for any reason whatsoever except the exceptions listed. ഈ എക്സെപ്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിട്രീച്ച്മെന്റ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. So almost any termination by the employer is retrenchment unless it falls under one of the exceptions. അപ്പം റിട്രീച്ച്മെന്റിന്റെ എക്സെപ്ഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? വോളണ്ടറി റിട്ടയർമെന്റ് എന്തല്ല, അപ്പോ റിട്രീച്ച്മെന്റ് അല്ല. ബിക്കോസ് എംപ്ലോയി ചൂസ് ടു ലീവ് ജോബ് വില്ലിംഗ്ലി. ഞാൻ എന്റെ ജോബ് വില്ലിംഗ്ലി ഞാൻ വോളണ്ടറിലി റിട്ടയർ ആവുകയാണ്, അല്ലാതെ എംപ്ലോയർ എന്നെ പിരിച്ചുവിടുന്നതല്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിട്രീച്ച്മെന്റ്. Then retirement on reaching age of super annuitation. അതായത് ഇപ്പം 60 വയസ്സ് വരെയാണ് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് 60 വയസ്സായി കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ അന്യൂട്ടേഷൻ വഴി റിട്ടയർ ആവുകയാണ്. സോ ദാറ്റ് ഈസ് നോർമൽ റിട്ടയർമെന്റ് ആസ് പെർ കമ്പനി റൂൾസ്. സോ അതും റിട്രീച്ച്മെന്റ് അല്ല. Then termination due to continued ill health. അതൊരു ഹ്യൂമാനിറ്റേറിയൻ എക്സെപ്ഷൻ ആണ്. അപ്പൊ എനിക്ക് കുറെ നാളായിട്ട് തീരെ പണിയെടുക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നു, which does not fall under retrenchment. So അതും retrenchment അല്ല. Then termination as punishment due to disciplinary action. ഡിസിപ്ലിനറി ആക്ഷൻ കാരണം എന്നെ പണിഷ് ചെയ്യുന്നതും അതൊരു പെനാൽറ്റി ആണ്. ദാറ്റ് ഈസ് നോട്ട് എ റിട്രീച്ച്മെന്റ്. സോ ദാറ്റ് ഓൾസോ ഡസന്റ് കം അണ്ടർ റിട്രീച്ച്മെന്റ്. അതുകൊണ്ട് ഓപ്ഷൻ എ നമ്മൾ നോക്കുമ്പോൾ ടെർമിനേഷൻ ഡ്യൂ ടു റിഡൻഡൻസി എന്താണ്? ദാറ്റ് ഈസ് റിട്രീച്ച്മെന്റ്. കാരണം ഇഫ് ജോബ് റോൾ ബിക്കംസ് അൺനെസസറി, ടെർമിനേഷൻ നടക്കും, അതിനെ റിട്രീച്ച്മെന്റ് എന്ന് പറയാൻ പറ്റും. അതായത് അയാളുടെ റോള് ഇനി ആ കമ്പനിയിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു റോള് ആ കമ്പനിയിൽ ആ ഒരു പൊസിഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞു, which means അയാളെ ടെർമിനേറ്റ് ചെയ്തു,
അങ്ങനെ വരുമ്പോൾ അതെന്തായിട്ട് മാറും? റിട്രീച്ച്മെന്റ് ആയിട്ട് മാറും. ഓക്കെ, അല്ലാണ്ട് വോളണ്ടറി റിട്ടയർമെന്റ് എന്തല്ല, റിട്രീച്ച്മെന്റ് അല്ല. കാരണം എംപ്ലോയി ലീവ്സ് ബൈ ചോയ്സ് ആണ്. Then termination due to ill health, not retreatment, അത് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് ആണ് അണ്ടർ സെക്ഷൻ 2 ക്ലോസ് OOയിൽ. Then termination due to disciplinary action, അതൊരു പെനാൽറ്റി ആണ്, റിട്രീച്ച്മെന്റ് അല്ല. Termination as punishment is not retreatment. സോ ആ ക്വസ്റ്റ്യനിൽ കുറച്ച് റോങ് ആണ്. Next question. Which of the following payments is not considered part of the minimum wages calculation and is instead payable separately in case of termination? അത് ഏതാണ് ടെർമിനേഷന്റെ സമയത്ത് സെപ്പറേറ്റ്ലി പേ ചെയ്യുന്നത്? ബേസിക് വേജസ്, ഡിയർനെസ് അലോവൻസ്, ബോണസ് പേയ്മെന്റ്സ് ആൻഡ് റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ. സോ ഇറ്റ്സ് റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ ആണ് ടെർമിനേഷന്റെ സമയത്ത് സെപ്പറേറ്റ്ലി പേ ചെയ്യുന്നത്, ആൻഡ് വിച്ച് ഡസ് നോട്ട് കംസ് അണ്ടർ മിനിമം വേജിന്റെ അണ്ടറിൽ വരാത്തതായിട്ടും ഉള്ളത്. കാരണം മിനിമം വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേസിക് വേജും ഡിയർനെസ് അലോവൻസ് ടു ഓഫ്സെറ്റ് റൈസ് ഇൻ കോസ്റ്റ് ഓഫ് ലിവിംഗ്. സംടൈംസ് ക്യാഷ് വാല്യൂസ് ഓഫ് കൺസെഷൻസും വരാം, ലൈക്ക് ഫുഡ് ഗ്രെയിൻസ്, ഹൗസിംഗ് ഒക്കെ ഈ പറഞ്ഞ മിനിമം വേജിനകത്ത് വരും. റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഓൺലി പേയബിൾ വെൻ എ വർക്ക്മാൻ ഈസ് ടെർമിനേറ്റഡ് ഡ്യൂ ടു റിട്രീച്ച്മെന്റ്. അതായത് ആ ഒരു കമ്പനിയിൽ ആ ഒരു ജോലി ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാളെ റിട്രീറ്റ് ചെയ്ത് കളയില്ലേ, അപ്പം മാത്രമേ ഈ റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ കൊടുക്കുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് എ വേജ് കോമ്പണന്റ് അല്ല, ആൻഡ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് മിനിമം വേജിൽ. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. സോ ഇറ്റ് ഈസ് പെയ്ഡ് സെപ്പറേറ്റ്ലി ആണ് ആസ് പെർ സെക്ഷൻ 25F ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. Next question. Which of the following statements about the payment of Bonus Act 1965 is correct? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. The act applies to every factory and establishment employing 20 or more persons. അതെന്താണ്? അത് കറക്റ്റ് ആണ്. Then the minimum bonus payable is 8.33% of the salary of wages earned in a year. അതും കറക്റ്റ് ആണ്. An employee must have worked at least 240 days in a financial year to be eligible for a bonus. That is also correct. Fixed term and contract workers are excluded from the Act's coverage. അതെന്താണ്? That is wrong. Then the maximum bonus payable is 20% of the salary or wages earned. That is also true ആണ്. സോ ഈ പറഞ്ഞ ആൻസേഴ്സ് വരുന്നതൊക്കെ ഇതിലാണ്? ഓപ്ഷൻ എയിലാണ് വരുന്നത്. only 1, 2, 3, 4 and 5 are correct. Okay. സോ ഓപ്ഷൻ എയിൽ എന്താ വരാ? സോറി, ഓപ്ഷൻ നമുക്കിനി ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാം. The Act applies to every factory and establishment employing 20 or more persons. That is true because threshold എത്രയാണ്? 20 or more employees ആണ്. It continues to apply even if number later falls below 20. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് 20ക്ക് താഴെ പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജസ്റ്റ് ആ ഒരു റീസന്റെ ബേസിൽ മാത്രം എന്ത് ചെയ്യത്തില്ല, ബോണസ് കൊടുക്കാണ്ടിരിക്കില്ല. സോ threshold എന്ന് പറയുന്നത് 20 or more employees ആണ്. So that statement is true. Then അടുത്തത് minimum bonus is 8.33% of annual salary or wages. അതും ശരിയാണ്. ആസ് പെർ സെക്ഷൻ 10 ഓഫ് ദി ആക്ട് മിനിമം ബോണസ് എന്ന് പറയുന്നത് എത്രയാണ്? 8.33 ഓഫ് ദി ആനുവൽ സാലറി ഓർ വേജ് ആണ്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. ഓപ്ഷൻ 3 നമ്മൾ നോക്കുമ്പോൾ എംപ്ലോയീസ് മസ്റ്റ് ഹാവ് വർക്ക്ഡ് at least 240 days in a year to be eligible. അതും ട്രൂ ആണ്. ഫോർ എലിജിബിലിറ്റി ഇൻ an accounting year 30 working days സർവീസ് ആണ്. അത് ഇനഫ് ആണ്. 30 വർക്കിംഗ് ഡേയ്സ് ഇസ് ഇനഫ്. ബട്ട് ഫോർ കാൽക്കുലേറ്റിംഗ് കണ്ടിന്യൂസ് സർവീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 240 days ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ യൂഷ്വലി MCQസിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഫിക്സ്ഡ് ടേം ആൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കവറേജ്. അത് ഫോൾസ് ആണ്. കോൺട്രാക്ട് വർക്കേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. If employed through contractor ആണെങ്കിൽ the act applies to them. Bonus must be paid by employer അല്ലെങ്കിൽ principal employer. ആരാച്ചാല് അത് അവർക്ക് ആ ബോണസ് പേ ചെയ്യണം. Then maximum bonus is 20% of annual salary or wages. അതും ട്രൂ ആണ്. മാക്സിമം ബോണസ്
സെക്ഷൻ 11 ഓഫ് ദി ആക്ടിലാണ് മാക്സിമം ബോണസ്. അപ്പൊ മിനിമം ബോണസ് പറയുന്നത് സെക്ഷൻ 10ലും മാക്സിമം പറയുന്നത് സെക്ഷൻ 20 ഓഫ് ദി ആക്ടിലും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under the Payment of Gratuity Act 1972, the gratuity amount payable to an employee who has completed 8 years of continuous service is calculated as. Gratuity നമ്മൾ എങ്ങനെയാണ് ഒരു എംപ്ലോയറിന്റെ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 8 വർഷം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ഒരാളുടെ 15 days wages for every completed year of service, wages being the last drawn basic salary plus dearness allowance. Option B, 30 days wages for every completed year of service, wages being the last drawn basic salary only. Option C, 15 days wages for every completed year of service, wages being the last drawn basic salary only. Option D, 30 days wages for every completed year of service, wages being the last drawn basic salary plus dearness allowance only. ഇതിലെങ്ങനെ നമ്മൾ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 15 days of wages പ്ലസ് എന്ത് ബേസിക് സാലറിയും ബീങ് ദ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് കൊടുക്കും. So under section 4 clause 2 of the Payment of Gratuity Act 1972 പറയുന്നത് എങ്ങനെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 15 days wages for every completed year of service or part thereof exceeding 6 months, which means ഇപ്പൊ അയാള് 6 വർഷവും ഒരു 8 മാസവും വർക്ക് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മള് ആ 6 വർഷം പ്ലസ് 6 മാസത്തിൽ കൂടുതൽ ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു വർഷമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ 6 വർഷം ആൻഡ് 8 മാസം വർക്ക് ചെയ്താൽ നമ്മളത് ടോട്ടലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 7 വർഷമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബിക്കോസ് 6 മാസത്തിൽ കൂടുതൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വർഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. സോ 15 days wages for every completed year of service or part thereof exceeding 6 months. So wages എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? wages equal to last drawn basic salary plus dearness allowance ആണ്. ഇനി മന്ത്ലി റേറ്റഡ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ്? 15 ആണല്ലോ നമ്മൾ ഡേയ്സ് എടുക്കുന്നത്. സോ 15/26 ആണ് നമ്മൾ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മാസം 26 ഡേയ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ. ലാസ്റ്റ് ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് സാലറി പ്ലസ് ഡിഎൻഎസ് അലവൻസ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. എത്ര വർഷം അവിടെ ജോലി ചെയ്തു. ഇവിടെ 8 വർഷത്തെ ഇതല്ലേ, അപ്പം ഇൻറ്റു 8 എന്ന് ചെയ്യും. നൗ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറഞ്ഞ? എലിജിബിലിറ്റി എന്താണ്? മിനിമം 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് വേണം. എക്സെപ്റ്റ് ഡെത്ത് ഓർ ഡിസേബിൾമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇളവ് കൊടുക്കും. അല്ലെങ്കിൽ മിനിമം 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് വേണം ഗ്രാറ്റുവിറ്റിക്ക്. ദെൻ റേറ്റ് എത്രയാണ്? 15 days wages per completed year ആണ്. Then wages included basic plus DNS allowance. മാക്സിമം ലിമിറ്റ് എത്രയാണ്? 20 lakh ആണ് വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് 30 days wages എന്താണ്? റോങ്. എന്തുകൊണ്ടാണ്? ലോ പ്രിസ്ക്രൈബ്സ് 15 days ആണ്, 30 days അല്ല. ഇനി ബേസിക് സാലറി ഒള്ളി ആണോ? അല്ല, ഡിഎൻഎസ് അലോവൻസും ഇൻക്ലൂഡഡ് ആണ്. ഇനി 30 days പ്ലസ് ബേസിക് പ്ലസ് ഡി എന്ന് പറയുന്നത് റോങ് റേറ്റ് ആണ്, അതുപോലെ തന്നെ റോങ് വേജ് ഡെഫിനിഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is correct regarding the constitution of National Councils for Transgender Persons? ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ്. നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? 4 experts to represent non-governmental organization or association. Option B, 5 representatives of transgender community. Option C, 5 representatives from the National Human Rights Commission and the National Commission for Women. Option D, 4 representatives of transgender community. Option B, 5 representatives of transgender communities ആണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്താ അതിൽ പറയുന്നത്? Under Section 16 of the Transgender Persons Protection of Rights Act 2019, the National Council for Transgender Persons must include എത്ര പേരാണ്? 5 representatives of the transgender community. അതുപോലെ തന്നെ
5 experts from NGOs working with the transgender persons included ആയിരിക്കണം. So section 16 അത് പറയുന്നത് of Transgender Persons Protection of Rights Act 2019 വഴി. എന്തിലാണ് ഇത്ര ആൾക്കാർ വേണ്ടത്? നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിലാണ്. Next question. The maximum punishment for refusing to admit person to hospitals, dispensary, educational institution, etc. under the Protection of Civil Rights Act. എത്ര നാളാണ് മാക്സിമം പണിഷ്മെന്റ് കിട്ടുന്നത്? For refusing to admit person to hospital അല്ലെങ്കിൽ dispensary അല്ലെങ്കിൽ educational institutionൽ 3 months ആണ് ആൻസർ. Under the Protection of Civil Rights Act 1955, refusal to admit a person into places such as hospitals, dispensaries, educational institutions, or similar public places on ground of untouchability is a punishable offence. Section 7 clause 1 subclause D of the act provides punishment. ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 7 clause 1 subclause D ലാണ് അതിന്റെ പണിഷ്മെന്റ് പറയുന്നത്. പണിഷ്മെന്റ് എന്താണ്? imprisonment up to 3 months, also ഫൈനും ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. Next question. The special courts under POCSO Act should complete the trial within dash from the date of taking cognizance of the offence. ഒരു ഒഫൻസിനെ പറ്റിയിട്ട് അവർ ഇതെടുത്തു കഴിഞ്ഞാൽ, ലീഗലി ഒഫൻസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ സ്പെഷ്യൽ കോർട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം? Answer is 6 months ആണ്. Under the Protection of Children from Sexual Offences, POCSO Act 2012 as amended, section 35 clause 2 പറയുന്നത് that the special court should complete the trial as far as possible. First of all, special court എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്? സ്പീഡി ട്രയലിന് വേണ്ടിയിട്ടാണ്. സോ ആസ് ഫാർ ആസ് പോസിബിൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ദി ഒഫൻസ് എന്ത് ചെയ്തിരിക്കണം? ആ കേസ് അവര് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ റെക്കോർഡിംഗ് ഓഫ് ചൈൽഡ്സ് എവിഡൻസ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം? വിത്തിൻ 30 days ഓഫ് കോഗ്നിസൻസ്. കംപ്ലീഷൻ ഓഫ് ട്രയൽ ചെയ്യേണ്ടത് വിത്തിൻ 6 months ഓഫ് കോഗ്നിസൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A magistrate can pass a protection order under. ഒരു മജിസ്ട്രേറ്റിന് പ്രൊട്ടക്ഷൻ ഓർഡർ ഏതിന്റെ അണ്ടറിലാണ് കൊടുക്കാൻ പറ്റുന്നത്? Section 19 of Protection of Women from Domestic Violence Act 2005. Section 18 of Protection of Women from Domestic Violence Act 2005. Then Section 17 Maintenance and Welfare of Parents and Senior Citizens Act 2007. Section 18 of POCSO Act. Section 19 Section 18 of Protection of Women from Domestic Violence Act 2005 ആണ്. Protection order in cases of domestic violence is passed under Section 18 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് കൊടുക്കുന്ന കാര്യം. This section empowers the magistrate to prohibit the respondent, അതായത് accused from. അക്യൂസ്ഡിനെ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്? അക്യൂസ്ഡ് എന്ന് വെച്ചാൽ എന്താ? കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആളിനെയാണ് നമ്മൾ അക്യൂസ്ഡ് എന്ന് പറയുന്നത്. അയാള് എന്തൊക്കെ കാര്യത്തിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്യുന്നു? കമ്മിറ്റിംഗ് എനി ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ഈ പറഞ്ഞ ആരാണോ ഈ കേസ് കൊടുത്തിട്ടുള്ളത് അവർക്കെതിരെ എന്തെങ്കിലും ആക്ട് കമ്മിറ്റ് ചെയ്തത്, ഒരു ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്നു. Then aiding or abetting domestic violence. ഒന്നെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എയ്ഡ് ചെയ്യോ അല്ലെങ്കിൽ അബറ്റ് ചെയ്യുന്നു, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അബറ്റ് ചെയ്യിപ്പിക്കുന്നു, അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. Then entering the place of employment of the aggrieved person. ആരാണോ ഈ ഇത് കൊടുത്തിട്ടുള്ളത്, ഈ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള അഗ്രീവ്ഡ് പേഴ്സൺ ഇല്ലേ, അവർ ഏതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റിൽ കയറരുത്. അതിൽ അവരെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ അക്യൂസ്ഡിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ വുമൻ. ആ വുമൻ ആയിട്ട് സംസാരിക്കാനേ പാടില്ല. പേഴ്സണലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ ടെലിഫോണിക്കോ ഏതൊരു വഴിയും സംസാരിക്കാനായിട്ട് പാടില്ല.
Then alienating assets or operating joint bank accounts. ഇനി ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും അവരുടെ അസറ്റ്സ് എടുക്കാനോ അല്ലെങ്കിൽ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനൊന്നും പാടില്ല. Then causing violence to dependents or relatives. ഈ പറഞ്ഞ അഗ്രീവ്ഡ് പേഴ്സന്റെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനോ എന്തെങ്കിലും വയലൻസ് സംഭവിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം വരുത്തിക്കാനായിട്ട് നോക്കുന്നു. കോസിംഗ് വയലൻസ് ടു ഡിപ്പെൻഡൻസ് ഓർ റിലേറ്റീവ്സിന്. സോ only section 18 of PWDVA deals with the protection order. സെക്ഷൻ 18 അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ 2 സെക്ഷൻസ് ഒക്കെ തരും. സോ ഓർക്കണം, സെക്ഷൻ 18 അത് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 19 എന്താ പറഞ്ഞിട്ടുള്ളത്? റെസിഡൻസ് ഓർഡേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, deals with the residence orders, not protection orders. Section 17 of PSC അതിൽ പറയുന്നത് അപ്പീൽസിനെ പറ്റിയിട്ടാണ്, പ്രൊട്ടക്ഷനെ പറ്റിയിട്ടല്ല. Then section 18 of POCSO പറയുന്നത് പണിഷ്മെന്റ് ഫോർ സെക്ഷൽ അസോൾട്ട് ആണ്, പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് അല്ല. Next question. The maximum punishment for exposure and abandonment of senior citizen. ഒരു സീനിയർ സിറ്റിസന് അബാൻഡൻ ചെയ്താൽ കിട്ടണ പണിഷ്മെന്റ്, മാക്സിമം പണിഷ്മെന്റ് ആണ്. ഏതാണ്? സെക്ഷൻ ഡി, 3 year imprisonment or fine ₹5,000 ആണ് ആൻസർ. Under the Maintenance and Welfare of Parents and Senior Citizens Act 2007, section 27 അതിനെ പറ്റിയിട്ട് പറയുന്നത്. Abandonment of senior citizen. അതിൽ പറയുന്നത് if a person abandons a senior citizen who is under their care, അതായത് അവര് നോക്കേണ്ട ഒരു സീനിയർ സിറ്റിസൺ ആയിരിക്കും, അവരെ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ഇംപ്രിസൺമെന്റ് അപ് ടു 3 years, ഫൈൻ അപ് ടു ₹5,000 ആണ്. ഇനി ദിസ് പ്രൊവിഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ് ടു പ്രൊട്ടക്ട് എൽഡർലി പാരന്റ്സ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രം നെഗ്ലെക്ട് ആൻഡ് ഡെസേർഷൻ. ഓപ്ഷൻസ് ബാക്കിയുള്ളത് 2 year imprisonment എന്ന് പറയുന്നത് ലോ 3 വർഷത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത്, 2 വർഷത്തേക്കല്ല മാക്സിമം ഇംപ്രിസൺമെന്റ്. ദെൻ 3,000 രൂപയല്ല 5,000 രൂപയാണ് ഫൈന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term of office of the chairperson under the Kerala State Commission for the Scheduled Castes and the Scheduled Tribes Act 2007 is എത്രയാണ്? 3 years ആണ് term of office. Under the Kerala State Commission for the Scheduled Castes and Scheduled Tribes Act 2007, the chairperson of the commission holds office for a term of 3 years from the date of assuming office ആണ്. This applies to both the chairpersonum അതുപോലെ തന്നെ ആർക്കൊക്കെയാണ്? members of the commissionum ഈ പറഞ്ഞ സമയം തന്നെയാണ്, 3 years ആണ് വരുന്നത്. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് 1 year എന്താണ്? തെറ്റാണ്, 2 short ആണ്. 2 years not provided under the Kerala Act, 5 years not applicable. കാരണം some commission have 5 years ആണെന്നുണ്ടെങ്കിലും കേരള സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ അല്ല, ദാറ്റ് ഈസ് ഫോർ 3 years ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. M.R. Krishnamurthy versus New India Assurance Company Limited is a landmark case related to option A, liability under section 138 NI Act, option B, ADR mechanisms, option C, appointment of receivers, and option D, frustration of contracts. ഇതിനുണ്ടല്ലാണ് വരുന്നത്? ഓപ്ഷൻ ബി ADR മെക്കാനിസത്തിലാണ് M.R. Krishnamurthy versus New India Assurance Company Limited വരുന്നത്. So M.R. Krishnamurthy versus New India Assurance Company Limited is a landmark judgment of the Supreme Court of India, which has strongly promoted the use of alternative dispute resolution, അതാണ് ADR, especially in motor accident claims. ഇതിന്റെ key highlight എന്തൊക്കെയാന്ന് വെച്ചാൽ, the Supreme Court emphasized the need for ADR mechanisms such as mediation for faster settlement of motor accident compensation claim. ADR ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഒരു സ്പീഡി ട്രയലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം കോടതിയിലൊക്കെ പോയി അത്രയും സമയം പോകാണ്ട് പെട്ടെന്ന് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടാണ് ADR ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിവിടെ നമ്മൾ മോട്ടോർ ആക്സിഡന്റ് കോമ്പൻസേഷൻ ക്ലെയിംസിന്റെ കാര്യമാണ് ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത്.
The court noted that victims should not suffer due to long delays in litigation. അതായത് കേസ് നടത്തി വരാൻ കുറെ സമയം എടുക്കും. അത്രയും നാള് ആ ഒരു വിക്ടിം സഫർ ചെയ്യരുത് എന്നൊരു ഐഡിയ ആണ് കോർട്ട് ഇവിടെ നോട്ട് ചെയ്തത്. Recommended settings up of motor accident mediation authorities to settle cases quickly and reduce the burden of court. And ഇതുവഴി എന്തും കൂടി ഹെൽപ്പാണ്, കോർട്ടിനും ഒരു ഹെൽപ്പാണ്. ബിക്കോസ് കോർട്ടിന്റെ ബേർഡനും കൂടി അവിടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഈ മോട്ടോർ ആക്സിഡന്റ് മീഡിയേഷൻ അതോറിറ്റീസ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട്. The case pushed for systematic reforms to make mediation a key method of dispute settlement in accident compensation cases. ഈ ആക്സിഡന്റ് കോമ്പൻസേഷൻ കേസസിലൊക്കെ എന്താണ് ഒരു സിസ്റ്റമാറ്റിക് റിഫോം കൊണ്ടുവന്നു. ബൈ മേക്കിംഗ് എ മീഡിയേഷൻ ഒരു കീ മെത്തേഡ് ആക്കി വെച്ചിട്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ലയബിലിറ്റി അണ്ടർ സെക്ഷൻ 138 എന്താണ് നോട്ട് റിലേറ്റഡ്, അതൊരു ചെക്ക് ബൗൺസ് കേസ് ആണ്. ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവേഴ്സ് എന്ന് പറയുന്നത് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്റ്റും ഈ കേസായിട്ട് ബന്ധമില്ല. ADR ആണ് ആ കേസിന്റെ. Now, the Protection of Human Rights Act 1993 came into force on 28th day of September 1993 അത് വന്നിട്ടുള്ളത്. The Protection of Human Rights Act 1993 was enacted to provide for the establishment of ഈ Protection of Human Rights Act എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അതുവഴി എന്തൊക്കെ എനാക്ട് ചെയ്തു? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടൊക്കെ എനാക്ട് ചെയ്തത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വഴിയാണ്. The act received the assent of the president എന്നാ കിട്ടിയിട്ടുള്ളത് 8th January 1994 പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടിയത്. But it came into force earlier. എന്നാണ് അതിനു മുന്നേ ഫോഴ്സിൽ വന്നിട്ടുണ്ടായി. So on 28th November 1993. This is the official date when the act came into effect. 28th September 1993. Next question. In the Constitution of the National Commission for Women, one member each should be from the category of option A, persons with a disability, option B, economically weaker sections, option C, the scheduled caste and the scheduled tribe, and option D, religious and linguistic minorities. So ഏത് ഇതെന്നാണ് ഒരു വുമൺ നമ്മൾ എടുക്കേണ്ടത്? ഓപ്ഷൻ സി, the scheduled caste and the scheduled tribe ആണ് വരുന്നത്. In the composition of the National Commission for Women, the central government appoints ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, അതുപോലെ തന്നെ 5 മെമ്പേഴ്സും ഉണ്ടാകും നാഷണൽ കമ്മീഷൻ ഫോർ വുമനിൽ. ആൻഡ് ഓൾസോ എ മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. Among the 5 മെമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1 മെമ്പർ മസ്റ്റ് ബി എന്തായിരിക്കണം? ഫ്രം ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നായിരിക്കണം. This is to ensure what? For ensuring fair representation of marginalized women belonging to SC or ST communities whose issues often require special attention. അല്ലേ? കാരണം മൈനോറിറ്റീസിനെ പറ്റി സംസാരിക്കാനായിട്ടും ആൾക്കാര് എല്ലായിടത്തും വേണം. സോ ആ ഒരു കാര്യം എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. Next question. Under the Right of Persons with Disabilities Act 2016, to promote inclusive education in the form of supply of books and other learning material to the students with the benchmark disabilities is free of cost up to the age of dash years. എത്ര വയസ്സ് വരെ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇപ്പൊ ബുക്കും അതുപോലെ തന്നെ ലേണിംഗ് മെറ്റീരിയൽസും ഗവൺമെന്റ് കൊടുത്തിരിക്കണം? എത്ര ഇയേഴ്സ് ആണ് പറയുന്നത്? 18 years വരെയാണ് പറയുന്നത്. Right under the Right of Persons with Disabilities Act 2016, the government has the responsibility to ensure inclusive education for children with the benchmark disabilities. A key provision എന്താ പറയുന്നത്? Books, learning material, assistive devices and appropriate support must be provided free of cost to students with the benchmark disabilities up to the age of 18 years. 18 വയസ്സ് വരെ. Now, why 18 years? Because the act
aims to ensure that children with a disability complete school education without financial barriers. അല്ലെ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് കാരണം അവരവരുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാകാതിരിക്കാൻ പാടില്ല ഈ ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ. ദെൻ സ്കൂൾ എഡ്യൂക്കേഷൻ ജനറലി കവേഴ്സ് അപ് ടു ക്ലാസ് 12 അല്ലെ. ഒരു ബേസിക് സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ പറയുന്നത് +2 വരെയാണ്, which usually corresponds to the age of 18 years. 18 വയസ്സാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി +2 ഒക്കെ എത്തുന്നത്. സോ അതുകൊണ്ടാണ് 18 years എന്ന് പറയുന്നത്. Hence the benefit is provided up to this age. Next question. The reservation clause in a treaty is having the binding effect on the all the states who have signed the treaty. Option B, states making the reservation the states who have given acceptance to it. Option C, all the states who have ratified the treaty irrespective of their acceptance to the reservation. Option D, all of them. The answer വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതിനു മുന്നേ എന്താണ് റിസർവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു ട്രീറ്റീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരുമ്പോ ഇപ്പൊ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ഈ കൺട്രീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് അത് അക്സെപ്റ്റ് ചെയ്യും ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒക്കെ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആ ട്രീറ്റീസിനകത്ത് ചില കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അവര് പറയും ഓക്കെ, നമ്മൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പറയും. അതിനാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so a reservation in a treaty is a statement made by a state when signing or ratifying a treaty that excludes or modifies the legal effect of certain provision. ചില പ്രൊവിഷൻ അവർ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നു ഓഫ് ദ ട്രീറ്റി ഇൻ ദെയർ ആപ്ലിക്കേഷൻ ടു ദാറ്റ് സ്റ്റേറ്റ്. അതായത് ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇന്ന ഒരു കാര്യം, ആ ഒരു പ്രൊവിഷൻ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനാണ് റിസർവേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അണ്ടർ ഇന്റർനാഷണൽ ലോ, വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസിൽ എന്താണ് റിസർവേഷൻ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് റിസർവേഷൻ പറ്റുന്നത്, ബൈൻഡിങ് എന്ന് പറയുന്നുണ്ട്. ദ സ്റ്റേറ്റ് ദാറ്റ് മേക്സ് ദ റിസർവേഷൻ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പെർട്ടിക്കുലർലി പറയാണ് ഞങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റും, അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ്സ് ദാറ്റ് അക്സെപ്റ്റ് ദ റിസർവേഷൻ, ആ റിസർവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ബാക്കി സ്റ്റേറ്റുകളിലും that reservation will be binding. States that object to the reservation are not bound by it with respect to the reserving state. അതായത് on the other hand മറ്റൊരു സ്റ്റേറ്റ് പറയാണ് ഞങ്ങൾ അങ്ങനെ ഒരു റിസർവേഷൻ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിസർവേഷൻ വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ അത് ബൈൻഡിങ് അല്ല. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി അതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് മേക്കിംഗ് ദ റിസർവേഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഹു ഹാവ് ഗിവൻ അക്സെപ്റ്റൻസ് ടു ഇറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The doctrine of just cogence reflects. Option A, the theoretical justification for the need of international law. Option B, the dominance of international law over national law. Option C, the peremptory norm character of international law. And option D, all are right. Option C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം, the peremptory norm character of international law. സോ ജുസ് കോജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഈ ഇന്റർനാഷണൽ ലോ പറയുന്നത് ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ബൈ ഓൾ ദ കൺട്രീസ്. എല്ലാവരും അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജുസ് കോജൻസ് എന്ന് പറയുന്നത്. refers to peremptory norms of international law ആണ്, which means those are the fundamental principles accepted by the international community as norms from which no derogation is permitted. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ അവരെല്ലാവരും ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് പ്രൊഹിബിഷൻ ഓഫ് ജനോസൈഡ്, വിച്ച് മീൻസ് ദാറ്റ് ഒരു കൺട്രിയും ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, ജനോസൈഡ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് അത് ജസ്റ്റ് കോജൻസ് വഴി പ്രൊഹിബിറ്റഡ് ആണ്. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് സ്ലേവറി, ഇറ്റ് ഈസ് ഓൾസോ പ്രൊഹിബിറ്റഡ്, സ്ലേവറിയും പ്രൊഹിബിറ്റഡ് ആണ്. ജസ്റ്റ് കോജൻസ് ഓൾ കൺട്രീസ് ഷുഡ് ഫോളോ ദാറ്റ്, അതിനാണ് ജസ്റ്റ് കോജൻസ് എന്ന് പറയുന്നത്. ദോസ് ആർ ദ പെരംപറ്ററി നോംസ് ഓഫ് ഇന്റർനാഷണൽ ലോ ആണ്.
Then prohibition of torture, അതുപോലെ തന്നെ aggressive warm എന്താണ് prohibited ആണ്. So the doctrine of jus cogens reflects the peremptory norm character of international law. അപ്പൊ അതാണ് jus cogens എന്ന് പറയുന്നത്. Those are the peremptory norm character of international law. Next question. The rudimentary requirement for an international law to be recognized as international customary law ആയിട്ട് നമ്മൾ എപ്പോഴാണ് ഒരു ലോനെ കാണുന്നത്? Option A, the wide state practice ഉണ്ടാകണം. Option B, legally obligatory nature of international law. Option C, both. Option D, none of these. Option C ആണ് ആൻസർ ആയിട്ട് വരാ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വേണം. വൈഡ് സ്റ്റേറ്റ് പ്രാക്ടീസ്, കുറെ സ്റ്റേറ്റുകൾ അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം, അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളും അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അത് ലീഗൽ ഒബ്ലിഗേറ്ററി ആയിരിക്കണം. ബൈ ലോ ഒരു ഒബ്ലിഗേഷൻ ആയിരിക്കണം. അതായത് ബൈ ലോ അവർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ഒബ്ലിഗേഷനും കൂടി ആണെങ്കിലാണ് നമ്മൾ അതൊരു ഇന്റർനാഷണൽ കസ്റ്റമറി ലോ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, എന്താണ് വൈഡ് അല്ലെങ്കിൽ ജനറൽ സ്റ്റേറ്റ് പ്രാക്ടീസ് വേണം. സ്റ്റേറ്റ് മസ്റ്റ് കൺസിസ്റ്റന്റ്ലി ഫോളോ എ സർട്ടൻ പ്രാക്ടീസ് ഓർ ബിഹേവിയർ ഫോളോ ചെയ്യണം. ദെൻ ഒപ്പീനിയോ ജൂറിസ്, അതായത് ലീഗലി ഒബ്ലിഗേറ്ററി നേച്ചർ ആയിരിക്കണം. സ്റ്റേറ്റ് മസ്റ്റ് ഫോളോ ദാറ്റ് പ്രാക്ടീസ് ബിക്കോസ് ദേ ബിലീവ് ദേ ആർ ലീഗലി റിക്വയർഡ് ടു ഡു സോ എന്നുള്ളൊരു ബിലീവ് എല്ലാ സ്റ്റേറ്റിലും വേണം. ആൻഡ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് കൺവീനിയൻസ് അല്ലെങ്കിൽ ഹാബിറ്റ് കാരണമല്ല, പകരം ലീഗലി ഒബ്ലിഗേറ്റഡ് ആയിട്ട് ഉണ്ടാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഇന്റർനാഷണൽ കസ്റ്റമറി ലോ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The concept of individual responsibility in case of international crime was identified in which case? ഏത് കേസിലാണ്? നുറംബർഗ് ട്രയൽ ട്രൈബ്യൂണലിലാണ് ആ ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്തെങ്കിലും ഒരു വാർ അല്ലെങ്കിൽ ജനസൈഡ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ സ്റ്റേറ്റിന് മാത്രമായിരുന്നു ആ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ നുറംബർഗ് ട്രയൽ, ആഫ്റ്റർ വേൾഡ് വാർ 2 എന്താണ്, ഇൻഡിവിജ്വൽസിനെയും അതിനെ റെസ്പോൺസിബിൾ ആക്കി തുടങ്ങി. The concept of individual responsibility for international crimes was first clearly recognized and enforced in ഏത് കേസിന് ശേഷമാണ്? നുറംബർഗ് ട്രയൽസ് ആഫ്റ്റർ വേൾഡ് വാർ 2. ബിഫോർ നുറംബർഗ് എന്തായിരുന്നു? ഓൺലി സ്റ്റേറ്റ്സ് വെയർ ഹെൽഡ് റെസ്പോൺസിബിൾ അണ്ടർ ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ലോന്റെ അണ്ടറിൽ സ്റ്റേറ്റ് മാത്രമായിരുന്നു റെസ്പോൺസിബിൾ. However, the Nuremberg Tribunal declared that individuals, not just states, can be held criminally liable under international law for what? For offenses such as war crimes, crimes against humanity, and genocide. Okay, this was a historic development because it held political leaders, military officers, and other individuals personally accountable ആക്കി മാറ്റി. Even if they were acting on behalf of a state ആണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും മിലിറ്ററി ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ ഏതൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ വാർ ക്രൈംസ്, ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ജനസൈഡിനെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആക്കി മാറ്റി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100th ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് speciality in an extradition case means the specific nature political crimes are not to be extradited. Option B, the specific crime should be punishable according to the law of both the state of asylum and the requesting state. Option C, the requesting state is under a duty not to punish the offender for any other crime than that for which he was extradited. Option D, none of these. Option C ആണ് ആൻസർ ആയിട്ട് വരാം. അതിനു മുന്നേ എന്താണ് എക്സ്ട്രഡിക്ഷൻ എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരാള് കുറ്റം ചെയ്തിട്ട് എന്ത് ചെയ്തു, പുറത്തൊരു രാജ്യത്തേക്ക് കടന്നു കളഞ്ഞു. അപ്പോ ഇപ്പം ഫോർ എക്സാമ്പിൾ UK കടന്നു എന്ന് വിചാരിച്ചോ. UK പോലീസ് അയാളെ പിടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയാണ്. ഫോർ വാട്ട് ഹി ഹാസ് ഡൺ, അയാളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യാലിറ്റി ഓർ സ്പെഷ്യാലിറ്റി റൂൾ ഇൻ എക്സ്ട്രഡിഷൻ ലോയിൽ എന്താ പറയുന്നത്? വൺസ് എ പേഴ്സൺ ഈസ് എക്സ്ട്രഡിക്റ്റഡ്, അങ്ങനെ അയാളെ തിരിച്ചയക്കുന്ന പണിഷ്മെന്റിന് വേണ്ടി തിരിച്ചയക്കുന്ന സമയത്ത് ദ റിക്വസ്റ്റിംഗ് സ്റ്റേറ്റ് ക്യാൻ പ്രോസിക്യൂട്ട് ഓർ പണിഷ് ദം only for the offense for which extradition was granted. അതായത് എന്ത് ഒഫൻസിനാണോ അയാൾ അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ടേക്ക് തരുന്നത്
ആ ഒഫൻസിന് മാത്രമേ അയാളെ പണിഷ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് നോട്ട് ഫോർ എനി അതർ പ്രയർ ഒഫൻസസ്. ഇതിന് മുന്നേ ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടാകും, അതിന് നമുക്ക് അയാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല. അയാളെ എന്ത് കുറ്റം ചെയ്തതിനാണോ എക്സ്ട്രഡിക്റ്റ് ചെയ്തത് അതിന് മാത്രമേ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അൺലെസ് പെർമിഷൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ എക്സ്ട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്. അൺലെസ് ആ എക്സ്ട്രഡിക്റ്റിംഗ് സ്റ്റേറ്റിന്റെ കയ്യിൽ നമ്മൾ പെർമിഷൻ വാങ്ങി അവരതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ പ്രയർ കേസസിനും പണിഷ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണോ നമ്മൾ എക്സ്ട്രഡിക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് അതിന് മാത്രമേ പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. Now, why this principle exists എന്ന് ചോദിച്ചാൽ, it protects the right of the extradited person and prevents misuse of the extradition process. അല്ലെ, എക്സ്ട്രഡിക്റ്റ് ചെയ്യുന്ന പേഴ്സന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്ട്രഡിക്ഷൻ പ്രോസസ്സ് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയാണ്. ബൈ അവോയ്ഡിങ് അഡീഷണൽ ഓർ അൺഫെയർ ചാർജസ്. അല്ലെ, അയാളുടെ മേലെ പിന്നെയും കുറ്റങ്ങൾ ഇട്ട് ഒരു അൺഫെയർ ചാർജസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. then ensuring good faith between states തമ്മിൽ ഒരു ഗുഡ് ഫെയ്ത്ത് എൻഷുർ ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ട്രസ്റ്റ് ഇൻ എക്സ്ട്രഡിഷൻ ട്രീറ്റീസിൽ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ അത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഉള്ളത്.